നമസ്കാരം, സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ, ചാല, കണ്ണൂർ. ഇന്ന് KG മാരാരുടെ 33ാം ചരമദിനം. BJPയുടെ വളർച്ചയ്ക്ക് പിന്നിൽ മാരാർജിയുടെ പ്രയത്നമെന്ന് അനുസ്മരിച്ച് രാജീവ് ചന്ദ്രശേഖർ. ഓരോ ദിനവും കടന്നു പോകുന്നത് അദ്ദേഹത്തിന്റെ ഓർമ്മയിലൂടെ. വികസിത ഭാരതം മാരാർജിയുടെ സ്വപ്നമെന്നും രാജീവ് ചന്ദ്രശേഖർ. വിദ്യാഭ്യാസ സെമിനാർ എൻക്വയറിന് തുടക്കം. പുത്തൻ അറിവുകൾ സൃഷ്ടിക്കുന്നവരാക്കി വിദ്യാർത്ഥികളെ മാറ്റണമെന്ന് മന്ത്രി ഡോക്ടർ R. ബിന്ദു. വിവര സാങ്കേതിക വിദ്യയുടെ വികാസം ഉപയോഗപ്പെടുത്തണം. നാഷണൽ കൺസ്ട്രക്ഷൻ വർക്ക്സ് യൂണിയൻ ജില്ലാ സമ്മേളനം ഏപ്രിൽ 27. സമ്മേളനത്തിന് മുന്നോടിയായി തൊഴിലാളികളുടെ പ്രകടനം നടക്കും. കേരള സർക്കാരിന്റെ തൊഴിലാളി ദ്രോഹ നടപടി അവസാനിപ്പിക്കണമെന്നും ആവശ്യം. വാർത്തകൾ വിശദമായി. BJPക്കും സംഘപരിവാർ സംഘടനകൾക്കും ജീവിതം കൊണ്ട് പ്രചോദനമേകിയ നേതാവാണ് KG മാരാറെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. KG മാരാറുടെ 33ാം ചരമവാർഷിക ദിനാചരണത്തിന്റെ ഭാഗമായി കണ്ണൂർ പയ്യാമ്പലത്തെ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തിയതിനു ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാഷ്ട്രീയ ഭേദമന്യേ ജനകീയ അംഗീകാരം നേടാൻ അദ്ദേഹത്തിന് കഴിഞ്ഞുവെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. BJP സംസ്ഥാന അധ്യക്ഷ സ്ഥാനമേറ്റെടുത്തതിനു ശേഷം താൻ സംസ്ഥാന കമ്മിറ്റി ഓഫീസിലെത്തുമ്പോൾ ഓരോ ദിവസവും ഓർമ്മിക്കുന്ന നേതാവാണ് മാരാർജി. KG മാരാറുടെ പ്രയത്നത്തിന്റെ ഫലമാണ് കേരളത്തിൽ ഇന്ന് കാണുന്ന BJPയുടെ വളർച്ച. രാഷ്ട്രീയ ഭേദമന്യേ ജനകീയ അംഗീകാരം നേടാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. അധ്യാപക ജോലി രാജിവെച്ചാണ് മാരാർജി ജനസംഘത്തിന്റെ പ്രവർത്തകനായത്. ഭൗതിക സാഹചര്യങ്ങളൊന്നും ഇല്ലാത്ത കാലത്താണ് അദ്ദേഹം പ്രവർത്തിച്ചത്. വികസിത ഭാരതം എന്നത് മാരാർജി കണ്ട സ്വപ്നങ്ങളിലൊന്നാണെന്നും അത് കേരളത്തിൽ പ്രാവർത്തികമാക്കേണ്ടത് ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണെന്നും രാജീവ് ചന്ദ്രശേഖരൻ പറഞ്ഞു. ഒരു അഭിമാനം, ഒരു ഇൻസ്പിറേഷനായിട്ട് ഞാൻ കാണുന്നത്, ഇന്ന് ഞങ്ങൾ എല്ലാവർക്കും വേണ്ടി വികസിത കേരളം എന്ന് പറഞ്ഞ് BJP മുമ്പോട്ട് പോകുമ്പോൾ ഇതിന്റെ ഒരു ഇൻസ്പിറേഷൻ മാരാർജിന്റെ പ്രവർത്തനവും അദ്ദേഹത്തിന്റെ തോട്ട്സും അവിടുന്നാണ് ഇതെല്ലാം തുടങ്ങിയത്. അദ്ദേഹത്തിന്റെ കഠിന അധ്വാനവും നിരന്തര പരിശ്രമവും കാരണമാണ് ഇന്ന് BJP ഈ ഒരു സ്ഥിതിയിലോ ഈ ഒരു പൊസിഷനിൽ നമ്മുടെ BJP കേരളം ഇതുവരെ എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ എല്ലാ ദിവസം നമ്മുടെ പാർട്ടി ഓഫീസ്, സംസ്ഥാന ഓഫീസിൽ പോകുമ്പോൾ മാരാർജി ഭവൻ വായിക്കുമ്പോൾ എനിക്ക് വളരെ അഭിമാനമുണ്ട്. എല്ലാ ദിവസവും ഒരു ഇൻസ്പിറേഷന്റെ ഒരു ഇഞ്ചക്ഷൻ ആ പേര് വായിക്കുമ്പോൾ കേൾക്കുമ്പോൾ എനിക്ക് കിട്ടുന്നുണ്ട്. BJP മുൻ ജില്ലാ സെക്രട്ടറി കയക്കൂൽ ജയരാജൻ, ABVP പ്രവർത്തകൻ സച്ചിൻ ഗോപാൽ എന്നിവരുടെ സ്മൃതി മണ്ഡപത്തിലും രാജീവ് ചന്ദ്രശേഖർ പുഷ്പാർച്ചന നടത്തി. BJP അഖിലേന്ത്യാ ഉപാധ്യക്ഷൻ AP അബ്ദുള്ളക്കുട്ടി, ദേശീയ നിർവാഹക സമിതി അംഗങ്ങളായ CK പത്മനാഭൻ, PK കൃഷ്ണദാസ്, C രഘുനാഥ്, RSS സഹകാര്യ പ്രാന്ത വാഹക് അഡ്വക്കേറ്റ് KK ബൽറാം, നേതാക്കളായ KK വിനോദ് കുമാർ, ബിജു എളക്കുഴി, N ഹരിദാസ്, K രഞ്ജിത്ത്, AC മനോജ്, S സുരേഷ്, CP സംഗീത തുടങ്ങിയവർ പങ്കെടുത്തു. വികസിത കേരളം കൺവെൻഷനുകളിൽ പങ്കെടുക്കാൻ കണ്ണൂരിലെത്തിയ BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഹെഡ് പോസ്റ്റ് ഓഫീസിന് സമീപം യുദ്ധ സ്മാരകത്തിൽ പുഷ്പചക്രം സമർപ്പിച്ചു. പ്രവർത്തകരുടെ സ്വീകരണം ഏറ്റുവാങ്ങി കൺവെൻഷൻ വേദിയായ ജവഹർ ലൈബ്രറി ഹാളിൽ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചു. ജനാധിപത്യ സംവിധാനത്തിൽ ജനങ്ങൾ വോട്ട് കൊടുക്കുന്നത് ഒരു വിശ്വാസത്തിലാണ്. ഓരോ രാഷ്ട്രീയ പാർട്ടിയുടെയും വാഗ്ദാനങ്ങൾ വിശ്വസിച്ചാണ് അവർ വോട്ട് കൊടുക്കുന്നത്. അതിനുശേഷം അവർ ജനങ്ങൾക്ക് വേണ്ടി എന്തു ചെയ്തു എന്ന് പരിശോധിക്കേണ്ടതുണ്ട്. ഇന്ന് കേന്ദ്രം ഭരിക്കുന്ന നരേന്ദ്രമോദി ഗവൺമെന്റ് ജനങ്ങൾക്ക് വേണ്ടതെല്ലാം വാരിക്കോരി നൽകാൻ തയ്യാറാണ്. മുനമ്പത്ത് 610 ക്രിസ്ത്യൻ ഫാമിലിയെ വഞ്ചിച്ചവരാണ് കോൺഗ്രസ് പാർട്ടി. ഇന്ന് കേരളം ഭരിക്കുന്ന പാർട്ടിയും ഇതിൽ നിന്നും ഒട്ടും വ്യത്യസ്തമല്ല. ഇതിന് ഉദാഹരണമാണ് പ്രൈം മിനിസ്റ്റർ കൊണ്ടുവന്ന വിവിധ പദ്ധതികൾ ഇന്നത്തെ ഗവൺമെന്റ് തങ്ങളുടേതെന്ന് അവകാശപ്പെട്ടുകൊണ്ട് ഏറ്റെടുക്കുന്നു എന്ന് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. അപ്പോൾ ഈ വികസിത ഭാരതം എന്ന കാഴ്ചപ്പാട് നരേന്ദ്രമോദിജി ഇന്ത്യയെ മുമ്പോട്ട് കൊണ്ടുപോകുന്നു. ജനങ്ങൾ കൊടുത്ത വിശ്വാസം വാക്ക് പാലിച്ച് അദ്ദേഹം ചെയ്ത 10 കൊല്ലത്തില് ട്രാൻസ്ഫോർമേഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും. അപ്പൊ കോൺഗ്രസ് അവർക്കൊരു മാൻഡേറ്റ് കിട്ടുമ്പോൾ, ജനാധിപത്യ ഒരു സംവിധാനത്തിൽ അവർക്ക് കിട്ടുമ്പോൾ അവരെന്ത് ചെയ്യുന്നു? നരേന്ദ്രമോദിജി BJP എന്ത് ചെയ്യുന്നു? ഇവിടെ ഇനി 26-10 കൊല്ലം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് 2016 ജനങ്ങൾ വിശ്വസിച്ചിട്ട് മാൻഡേറ്റ് കൊടുത്തു. ഇവിടെ എന്താണ് നടക്കുന്നത്? കടം വാങ്ങാണ്ട് ഒരു ഇഞ്ച് മുമ്പോട്ട് പോകാൻ പറ്റാത്തൊരു സർക്കാരാണ് ഇന്ന് സംസ്ഥാന സർക്കാർ.
ഒരു പാവം ആശാ വർക്കർ 100 രൂപ ചോദിക്കുന്നു. അത് ഇൻക്രിമെന്റ് കൊടുക്കാൻ പറ്റാത്ത ഒരു സർക്കാരാണ് സംസ്ഥാന സർക്കാർ. KSRTC ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കാൻ പറ്റുന്നു. യുവാക്കളുടെ CPO അവിടെ സെക്രട്ടേറിയറ്റ് മുന്നിൽ ഇന്നും സമരം ചെയ്യുന്നുണ്ട്. ഡിഗ്രി എല്ലാം ചെയ്ത് എൻട്രൻസ് എക്സാം പാസ് ചെയ്ത് CPO അവർക്ക് പോലീസിൽ തൊഴിൽ കൊടുക്കാൻ പറ്റുന്നില്ല. ഗവൺമെന്റ് പെൻഷനേഴ്സിന് 4, 5, 6 മാസമായിട്ട് പെൻഷൻ ഡിലേ ആയിട്ട് കിട്ടുന്നു. ഒരു ഒറ്റ അടിസ്ഥാന സൗകര്യം ഈ സംസ്ഥാന സർക്കാർ ഉണ്ടാക്കിയിട്ടോ കഴിഞ്ഞ 10 കൊല്ലം? കേരളത്തിലെ BJPക്ക് വളരെയധികം അക്രമങ്ങൾ നേരിടേണ്ടി വന്നു. ധാരാളം ബലിദാനികൾ ഉണ്ടായി. ഇങ്ങനെയൊക്കെ നേരിട്ടുകൊണ്ട് കേരളത്തിലെ രാഷ്ട്രീയ തലസ്ഥാനമായ കണ്ണൂരിൽ BJP ഇന്ന് ഒഴിവാക്കാനാവാത്ത പാർട്ടിയായി മാറി. ഇനി അങ്ങോട്ട് നല്ല പ്രവർത്തനം കാഴ്ചവെക്കുകയും മറ്റു പാർട്ടികളിൽ നിന്ന് വരുന്നവരെ നല്ല രീതിയിൽ സ്വീകരിക്കുകയും അവരെ പാർട്ടിയുടെ ഭാഗമാക്കുകയും വേണം. അച്ഛൻ അമ്മമാരെ കാൽതൊട്ട് വന്ദിക്കാനുള്ള ഭാരതീയ സംസ്കാരം നമ്മൾ ഉയർത്തിപ്പിടിക്കണം. മുഖ്യ ഭാഷണത്തിൽ CK പത്മനാഭൻ പറഞ്ഞു. നോർത്ത് ജില്ലാ പ്രസിഡന്റ് KK വിനോദ് കുമാർ അധ്യക്ഷത വഹിച്ചു. AP അബ്ദുള്ളക്കുട്ടി, PK കൃഷ്ണദാസ്, CK പത്മനാഭൻ, MT രമേശ്, അഡ്വക്കേറ്റ് സുരേഷ്, PK വേലായുധൻ, C രഘുനാഥ്, A ദാമോദരൻ, K രഞ്ജിത്ത് എന്നിവർ നേതൃത്വം നൽകി. ജില്ലാ ജനറൽ സെക്രട്ടറി AP ഗംഗാധരൻ സ്വാഗതം പറഞ്ഞു. ബാലസംഘം കണ്ണൂർ ഏരിയ വേനൽത്തുമ്പി പര്യടനം തുടങ്ങി. പട്ടേൽ പറമ്പിൽ നിന്ന് ആരംഭിച്ച പരിപാടി വിവിധ സ്ഥലങ്ങളിലെ പര്യടനത്തിന് ശേഷം ഏപ്രിൽ 30 വൈകുന്നേരം ചാൽ ബീച്ചിന് സമീപം സ്വപ്നതീരം ഓഡിറ്റോറിയത്തിൽ സമാപിക്കും. ബാലസംഘം കൺവീനർ M പ്രകാശൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. മൈതാനപ്പള്ളി, സ്പിന്നിംഗ് മിൽ, അങ്കനവാടി കക്കാട്, തെക്കി ബസാർ, രാജാസ് UP സ്കൂൾ ചിറക്കൽ, പള്ളിക്കുന്ന്, ചാലാട്, ചെമരശ്ശേരിപ്പാറ, തായത്തെരു, ഇടച്ചേരി സെൻറ്റർ, തങ്ങൾ വയൽ, വളപട്ടണം, ഓണപ്പറമ്പ്, കമ്പനി വളപ്പ്, തളാപ്പ്, ഓലാടത്താഴ തുടങ്ങിയ സ്ഥലങ്ങളിലെ പര്യടനത്തിന് ശേഷമാണ് സമാപനം. ഏപ്രിൽ 16 മുതൽ 22 വരെ JBS കോളേജിൽ വെച്ചായിരുന്നു പരിശീലന ക്യാമ്പ് നടന്നത്. അഴീക്കോടൻ ചന്ദ്രൻ, ഷിസിൽ തേനായി, നിവേദ് CH, വോൾഗ നൌഷാദ് എന്നിവരാണ് പരിശീലനം നൽകിയത്. ക്യാമ്പ് ഡയറക്ടർ മിലൻ, മിഥിലേഷ്, അസിസ്റ്റന്റ് ഡയറക്ടർ ഹൃദ്യ രതീഷ്, തൂപ്പു മാനേജർ വിജേഷ് M, അസിസ്റ്റന്റ് മാനേജർ ശ്രീരാഗ് KV എന്നിവർ നേതൃത്വം നൽകി. ലൈറ്റ് ആൻഡ് സൗണ്ട് പന്തൽ മേഖലയിൽ ജോലി ചെയ്യുന്നവരുടെ ദിവസവേതനം വർദ്ധിപ്പിക്കണമെന്ന് സൗണ്ട് ആൻഡ് ഇലുമിനേഷൻ പന്തൽ വർക്കേഴ്സ് യൂണിയൻ ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. പന്തൽ മേഖലയിൽ സ്ഥിരം തൊഴിലാളികൾ ഇല്ലെന്ന് പറഞ്ഞാണ് വേതന വർധനവ് അംഗീകരിക്കാത്തത്. ഇതിൽ പ്രത്യക്ഷ സമരത്തിന് ഇറങ്ങുമെന്നും ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ചർച്ചകൾ ലേബർ ഓഫീസർ ചർച്ചയ്ക്ക് വിളിച്ച സാഹചര്യത്തിൽ അവർ പങ്കെടുത്തില്ല എന്ന് മാത്രമല്ല നിങ്ങൾക്ക് ഒട്ടും വേദനാജനകമായ കാര്യങ്ങളാണ് അവർ ഒരു സ്റ്റേറ്റ്മെൻറ്റായിട്ട് അവിടെ നൽകിയിട്ടുള്ളത്. കാരണം വെച്ചാൽ ഞങ്ങൾ ഇവർക്ക് ഭക്ഷണം നൽകുന്നുണ്ട്, ഇവരെ തൊഴിലാളികൾ ഉത്തരവാദിത്തത്തോടുകൂടി ജോലി ചെയ്യുന്നില്ല, തൊഴിലാളികൾക്ക് ഉത്തരവാദിത്തമില്ല എന്നിങ്ങനെ ഇതിൻ്റെ ഒരു കോപ്പി നിങ്ങളെ ഇതിനകത്ത് തന്നിട്ടുണ്ട്. സ്റ്റേറ്റ്മെൻറ്റ് ആണ് അവർ കൊടുത്തിട്ടുള്ളത്. ലാസ്റ്റ് ലേബർ ഓഫീസർ ഇവർക്ക് രജിസ്ട്രേഷൻ നോട്ടീസ് അയച്ച് അങ്ങനെ അവർ പങ്കെടുത്ത് വേണമെങ്കിൽ 50 രൂപ കൂട്ടിത്തരാം, ഈ 2 വർഷത്തിലേക്ക് കൂട്ടിത്തരുന്ന പൈസ 50 രൂപ എന്ന് പറഞ്ഞു. 2 വർഷത്തിന് ശേഷം ഞങ്ങൾക്ക് തൊഴിൽ വേതനത്തിന് 50 രൂപ കൂട്ടിത്തരാമെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അതും വേണമെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ കിട്ടും പോലെ വാങ്ങിക്കോ എന്നുള്ളൊരു വ്യവസ്ഥ പറഞ്ഞിട്ടാണ് അവരൊന്ന് ഇറങ്ങിപ്പോയത്. 2023 അവസാനം കൂലി കൂട്ടിയത്. 1200 ആണ് ഇപ്പോൾ കിട്ടുന്നത്. ഇതിൽ 10% വർധനമാണ് ആവശ്യപ്പെടുന്നത്. തൊഴിലാളി യൂണിയന്റെ നേതൃത്വത്തിൽ നവംബറിൽ ദിവസവേതനം സംബന്ധിച്ച കരാർ പുതുക്കണമെന്ന് ആവശ്യപ്പെട്ട് ലേബർ ഓഫീസിൽ പരാതി കൊടുത്തിരുന്നു. പലതവണ ചർച്ച നടന്നിട്ടും ഉടമകൾ തങ്ങൾക്ക് സ്ഥിരം തൊഴിലാളികളല്ല എന്ന് പറഞ്ഞ് ചർച്ച പരാജയപ്പെടുകയാണ് ഉണ്ടായത്.
പന്തൽ മേഖലയിൽ സ്ഥിരം തൊഴിലാളികൾ ഇല്ലെന്നും തൊഴിലാളികൾക്ക് ഉത്തരവാദിത്തമില്ലെന്നും എന്ന കാരണം പറഞ്ഞാണ് ദിവസവേതനവും മറ്റ് ആനുകൂല്യങ്ങളും തരാൻ പറ്റില്ല എന്ന് ഉടമകൾ പറയുന്നത്. കൂലി വർധനവ് ആവശ്യപ്പെട്ട് പ്രത്യക്ഷ സമരം നടത്തുന്നതടക്കം ആലോചിക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. ജില്ലാ പ്രസിഡന്റ് നിക്സൺ ഫ്രാങ്കോ, സെക്രട്ടറി സുധീഷ് കാഞ്ഞിലേരി, വൈസ് പ്രസിഡന്റ് MP പ്രേമരാജൻ, അനീഷ് MV, ദിവാകരൻ KP എന്നിവർ പങ്കെടുത്തു. ഇടവേളക്കുമ്പോൾ പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ ചാല, കണ്ണൂർ. ഇന്ന് KG മാരാരുടെ 33-ാം ചരമദിനം. BJPയുടെ വളർച്ചയ്ക്ക് പിന്നിൽ മാരാർജിയുടെ പ്രയത്നമെന്ന് അനുസ്മരിച്ച് രാജീവ് ചന്ദ്രശേഖർ. ഓരോ ദിനവും കടന്നു പോകുന്നത് അദ്ദേഹത്തിന്റെ ഓർമ്മയിലൂടെ. വികസിത ഭാരതം മാരാർജിയുടെ സ്വപ്നമെന്നും രാജീവ് ചന്ദ്രശേഖർ. വിദ്യാഭ്യാസ സെമിനാർ എൻക്വയറിന് തുടക്കം. പുത്തൻ അറിവുകൾ സൃഷ്ടിക്കുന്നവരാക്കി വിദ്യാർത്ഥികളെ മാറ്റണമെന്ന് മന്ത്രി ഡോക്ടർ R ബിന്ദു. വിവര സാങ്കേതിക വിദ്യയുടെ വികാസം ഉപയോഗപ്പെടുത്തണം. നാഷണൽ കൺസ്ട്രക്ഷൻ വർക്ക്സ് യൂണിയൻ ജില്ലാ സമ്മേളനം ഏപ്രിൽ 27-ന്. സമ്മേളനത്തിന് മുന്നോടിയായി തൊഴിലാളികളുടെ പ്രകടനം നടക്കും. കേരള സർക്കാരിന്റെ തൊഴിലാളി ദ്രോഹ നടപടി അവസാനിപ്പിക്കണമെന്നും ആവശ്യം. Maharani Jewellers, Bank Road, Kannur, AVK Nair Road, Talasheri, MO Road, Thrissur. വാർത്തകൾ തുടരുന്നു. വിവര സാങ്കേതിക വിദ്യയുടെ വികാസം മൂലം അറിവ് ശേഖരിക്കൽ വളരെ എളുപ്പമായെന്നും ഇത്തരത്തിൽ ലഭിക്കുന്ന അറിവുകൾ ഉപയോഗിച്ച് ജീവിക്കുന്ന സമൂഹത്തിനും മാനവരാശിക്കു തന്നെയും ഉപയോഗപ്പെടുത്താവുന്ന പുത്തൻ അറിവുകൾ സൃഷ്ടിക്കുന്നവരാകാൻ വിദ്യാർത്ഥികളെ പ്രചോദിപ്പിക്കുക എന്നതാണ് അധ്യാപകരുടെ പുതിയ ദൗത്യമെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി R ബിന്ദു. കണ്ണൂർ ജില്ലാ വിദ്യാഭ്യാസ പരിശീലന കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ ശിക്ഷക് സദനിൽ സംഘടിപ്പിച്ച വിദ്യാഭ്യാസ സെമിനാർ എൻക്വയർ 2025 ഉദ്ഘാടനവും സർവീസിൽ നിന്ന് വിരമിക്കുന്നവർക്കുള്ള ആദരവും നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ഇന്ത്യയുടെ വിശാലമായ സംസ്കാരത്തിൽ അലിഞ്ഞുചേർന്ന സാംസ്കാരിക ധാരകളെ തമസ്കരിക്കാനും ചരിത്ര ശാസ്ത്ര സത്യങ്ങളെ വക്രീകരിക്കാനുമുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. വിദ്യാഭ്യാസത്തിന്റെ ഗുണമേന്മ നിലനിർത്താൻ അധ്യാപകർ ജാഗരൂകരാകണം. ക്ലാസ് മുറികൾ അറിവുകളുടെ പ്രാഥമിക സ്രോതസ്സുകളായിരുന്ന കാലം മാറിയ സാഹചര്യത്തിൽ അധ്യാപനം പുനർനിർവചിക്കപ്പെടണമെന്നും മന്ത്രി പറഞ്ഞു. ഇന്നൊവേഷൻ, ഇൻക്യുബേഷൻ, സ്റ്റാർട്ടപ്പ് അന്തരീക്ഷം മിക്കവാറും സ്ഥാപനങ്ങളിൽ നല്ല നിലയിൽ വളർന്നു വരുന്നുണ്ട്. ഇന്നൊവേഷൻ, നൂതന ആശയങ്ങളെ ഏറ്റവും അധികം സ്വാഗതം ചെയ്യുന്ന നിലപാടാണ് ഇന്ന് സർക്കാർ സ്വീകരിക്കുന്നത്. നമ്മുടെ യുവജനങ്ങളുടെ നൂതനാശയങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിന് യങ് ഇന്നോവേറ്റേഴ്സ് പ്രോഗ്രാം എന്ന പദ്ധതി നടപ്പാക്കുന്നുണ്ട്. 5 ലക്ഷം രൂപ മുതൽ 25 ലക്ഷം രൂപ വരെ നൂതനാശയങ്ങൾ സാക്ഷാത്കരിക്കുന്നതിന് യുവ ഗവേഷകർക്കും വിദ്യാർത്ഥികൾക്കും യുവ അധ്യാപകർക്കുമെല്ലാം സർക്കാർ നൽകുന്നുണ്ട്. നൂതനമായ ആശയങ്ങൾ സമൂഹത്തിന് ആവശ്യമുള്ളവ മുന്നോട്ട് വെച്ചാൽ, ഇപ്പോൾ ഒരു ഉദാഹരണം ഞാൻ പറയാം. മടത്തക്കാളി എന്ന് ഞങ്ങളുടെയൊക്കെ പ്രദേശത്ത് പറയുന്ന ഒരു ചെറു സസ്യമുണ്ട്, കറുത്ത ചെറിയ കായ. അതിൽ നിന്ന് ക്യാൻസറിന്റെ മരുന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ഗവേഷണം നമ്മുടെ നവകേരള പോസ്റ്റ് ഡോക്ടറൽ ഫെല്ലോ ചെയ്യുന്നുണ്ട്. ഒരു ഉദാഹരണമായി ഞാൻ ചൂണ്ടിക്കാണിച്ചതാണ്. അത്തരം ഒട്ടേറെ ഗവേഷണങ്ങൾ ഇപ്പോൾ കേരളത്തിൽ നടക്കുന്നുണ്ട്.
KV സുമേഷ് MLA അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KK രത്നകുമാരി വിശിഷ്ടാതിഥിയായി. സർവീസിൽ നിന്നും വിരമിക്കുന്ന ഡയറ്റ് പ്രിൻസിപ്പൽ VV പ്രേമരാജൻ, സീനിയർ ലെക്ചറർ KK സന്തോഷ് കുമാർ എന്നിവർ ആദരവ് ഏറ്റുവാങ്ങി. SCRT ഡയറക്ടർ ഡോക്ടർ RK ജയപ്രകാശ്, NCRT അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ മധുസൂദനൻ ഭരതാഞ്ജലി എന്നിവർ മുഖ്യ പ്രഭാഷകരായി. ഹയർ സെക്കൻഡറി വിഭാഗം RDDR രാജേഷ് കുമാർ, കണ്ണൂർ DDE KP നിർമ്മല, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ADER ഉദയകുമാരി, സമഗ്ര ശിക്ഷ കേരളം DPC EV വിനോദ്, വിദ്യാകിരണം കോർഡിനേറ്റർ KC സുധീർ, കൈറ്റ് ജില്ലാ കോർഡിനേറ്റർ K സുരേന്ദ്രൻ, ഡയറ്റ് സീനിയർ ലെക്ചറർ ഡോക്ടർ SK ജയദേവൻ, ഡയറ്റ് ലെക്ചറർ K രാകേഷ്, റിട്ടയർഡ് സീനിയർ ലെക്ചറർ PV പുരുഷോത്തമൻ, അധ്യാപകർ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. സിറ്റി ന്യൂസ് കണ്ണൂർ. കണ്ണൂർ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ മാസ്റ്റർ അൾട്രാസൗണ്ട് ഗൈഡ്സ് വസ്കുലാർ ആക്സസ് എന്ന വിഷയത്തിൽ കണ്ടിന്യൂയിങ് പ്രോഗ്രാം എഡ്യൂക്കേഷൻ പ്രോഗ്രാം വിജയകരമായി നടത്തി. BMH ഓഡിറ്റോറിയത്തിൽ വെച്ചായിരുന്നു പരിപാടി. എമർജൻസി മെഡിസിൻ വിഭാഗം മേധാവി ഡോക്ടർ ഫാബിത്ത് മൊയ്തീൻ VM മുഖ്യപ്രഭാഷണം നടത്തി. വാസ്കുലർ ആക്സസിൽ വൈദഗ്ധ്യം വർദ്ധിപ്പിക്കുന്നതിനും അതുവഴി രോഗികളുടെ സുരക്ഷയും മികച്ച ചികിത്സാ ഫലങ്ങളും ഉറപ്പാക്കുന്നതിനുമാണ് CME രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. പ്രോഗ്രാം നടപടിക്രമങ്ങളുടെ കാര്യക്ഷമത മെച്ചപ്പെടുത്തുന്നതിലും വാസ്കുലർ ആക്സസിലെ ഏറ്റവും പുതിയ സാങ്കേതിക വിദ്യയിലെ പുരോഗതികൾ പരിചയപ്പെടുത്തുന്നതിലും ശ്രദ്ധ കേന്ദ്രീകരിച്ചു. എല്ലാവർക്കും ബേബി ഹോസ്പിറ്റലിന്റെ പേരിലും ഞങ്ങളുടെ പേരിലും നന്ദി അറിയിക്കുകയാണ്. ആദ്യം തന്നെ CME അതിൻ്റെ എല്ലാ രീതിയിലും എല്ലാ അർത്ഥത്തിലും നിങ്ങൾ അതിൻ്റെ അത് ഉപയോഗിക്കുമെന്ന് ഉറപ്പുണ്ട്. തുടർന്നും നമ്മൾ ആദ്യം നടന്ന CME അല്ല, ഇപ്പോൾ ഈ വർഷം തന്നെ നമ്മൾ 6ാമത്തെ 7ാമത്തെ CME ഇവിടെ നടക്കുന്നത്. നമ്മൾ ഇതുപോലുള്ള CME ഇനിയും തുടർന്ന് കണ്ടക്ട് ചെയ്യാനായിട്ട് നമ്മൾ കമ്മിറ്റഡാണ്. അപ്പോൾ ആദ്യം തന്നെ ഇവിടെ വന്നു ചേർന്നിരിക്കുന്ന എല്ലാ ഡോക്ടേഴ്സിനും എല്ലാ ഡോക്ടേഴ്സിനും ഞാൻ ഈ ചടങ്ങിൽ പങ്കെടുത്തതിനുള്ള നന്ദി അറിയിക്കുകയാണ്. തുടർന്ന് ഞങ്ങളുടെ എല്ലാമായ CEO നിലൂപ് സാർ നന്ദി അറിയിക്കുന്നു. അതുപോലെ ഫാബി സാർ, ഓപ്പറേഷൻ മാനേജർ ഉള്ളിത്താൻ സാർ, ഡെപ്യൂട്ടി CEO മഞ്ജു മാഡം, അതുമാതിരി നമ്മുടെ എല്ലാ മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് ടീം, ഹൗസ് കീപ്പിംഗ് ടീം, IT ടീം എല്ലാവർക്കുമുള്ള നന്ദി അറിയിക്കുകയാണ്. അതിനോടൊപ്പം തന്നെ ഈ പരിപാടി ഇവിടെ യാഥാർത്ഥ്യമാക്കാനായിട്ട് എല്ലാ സഹായവും ചെയ്ത മീഡിയ ടീം ഷോബിൻ ഇവിടെയുണ്ട്. ഷോബിനോട് നന്ദിയുണ്ട്. BMHലെ എമർജൻസി മെഡിസിൻ വിഭാഗം മേധാവി ഡോക്ടർ ഫാബിത്ത് മൊയ്തീൻ VM ആയിരുന്നു പ്രോഗ്രാമിലെ മുഖ്യ പ്രഭാഷകൻ. അദ്ദേഹത്തിന്റെ വൈദഗ്ധ്യം കൊണ്ട് പങ്കെടുത്ത ആരോഗ്യ പ്രൊഫഷണലുകൾക്ക് വിലപ്പെട്ട സാങ്കേതിക വിദ്യയിലെ അറിവ് നൽകാനായി. ഉദ്ഘാടന ചടങ്ങിൽ AGM മനോജ് GM, ഡെപ്യൂട്ടി ചീഫ് നഴ്സിംഗ് ഓഫീസർ മഞ്ജു ജോസഫ്, സീനിയർ മാനേജർ ഓപ്പറേഷൻസ് BRP ഉണ്ണിത്താൻ എന്നിവർ പങ്കെടുത്തു. സിറ്റി ന്യൂസ് കണ്ണൂർ. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ 100ാം വാർഷികത്തിന്റെ ഭാഗമായി സുന്നി മാനേജ്മെന്റ് അസോസിയേഷൻ SMA കണ്ണൂർ ജില്ലാ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന മാനേജ്മെന്റ് കോൺഫറൻസ് ഏപ്രിൽ 29-ന് ജവഹർ ഓഡിറ്റോറിയത്തിൽ നടക്കുമെന്ന് സംഘാടകർ അറിയിച്ചു. മദ്രസ മാനേജ്മെന്റ് പ്രധാന ഭാരവാഹികൾ പ്രതിനിധികളായി സംബന്ധിക്കും. കോൺഫറൻസ് അൾട്രാ മുസ്ലിം ജമാഅത്ത് സംസ്ഥാന വൈസ് പ്രസിഡന്റ് പട്ടുവം KP അബൂബക്കർ മുസ്ലിയാർ ഉദ്ഘാടനം ചെയ്യും. മൂല്യവിദ്യാഭ്യാസത്തെക്കുറിച്ചും മദ്രസ സംവിധാനം നല്ല മൂല്യവത്താക്കി മാറ്റുന്നതിനും ആവശ്യമായ പഠനങ്ങളും ക്ലാസ്സുകളുമാണ് അവിടെ നൽകുന്നത്. ഇന്ന് മൂല്യം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം എന്ന നിലക്ക് പ്രത്യേകിച്ചും മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള രീതി നടപ്പിൽ വരുത്തേണ്ടത് അനിവാര്യമാണ് എന്ന് ലോകം സമ്മതിക്കുന്നൊരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ വിഷയത്തെക്കുറിച്ച് ഗൗരവപൂർവ്വം മാനേജ്മെൻറ്റുകളെ ബോധ്യപ്പെടുത്തുകയും ശക്തമായ സംവിധാനങ്ങൾ മദ്രസ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് ഏർപ്പെടുത്തുകയും നിലവാരമുള്ള മദ്രസകളാക്കി നമ്മുടെ സ്ഥാപനങ്ങളെ മാറ്റിയെടുക്കാനുള്ള ആവശ്യമായ നിർദ്ദേശങ്ങളും കോച്ചിങ്ങുകളും ഒക്കെ നൽകുകയുമാണ് ഈ സമ്മേളനം കൊണ്ട് ലക്ഷ്യമിടുന്നത്. അതോടൊപ്പം സംസ്ഥയുടെ സെൻറ്റിനറിയുടെ പ്രചരണ ഭാഗവുമായിട്ടാണ് ഈ സമ്മേളനം നടക്കുന്നത്. രാവിലെ 9:30 മദ്രസ പ്രസ്ഥാനവും മൂല്യബോധവും എന്ന പ്രമേയത്തിൽ നടക്കുന്ന കോൺഫറൻസ് SMA ജില്ലാ വർക്കിംഗ് പ്രസിഡന്റ് മുഹൈദ്ദീൻ സക്കാഫി മുട്ടിലിന്റെ അധ്യക്ഷതയിൽ കേരള മുസ്ലിം ജമാഅത്ത് സംസ്ഥാന വൈസ് പ്രസിഡന്റ് പട്ടുവം KP അബൂബക്കർ മുസ്ലിയാർ ഉദ്ഘാടനം ചെയ്യും. SMA സംസ്ഥാന പ്രസിഡന്റ് K അബ്ദുൾ റഷീദ് ദാരിമി ആമുഖ പ്രഭാഷണം നടത്തും. തുടർന്ന് നടക്കുന്ന വിവിധ സെക്ഷനുകളിൽ ഡോക്ടർ മുഹമ്മദ് കുഞ്ഞി സക്കാഫി കൊല്ലം, ഡോക്ടർ അബ്ദുൽ അസീസ് ഫൈസി, ഷാഫി ലത്തീഫി നുച്ചിയാട് എന്നിവർ സംസാരിക്കും. വാർത്താ സമ്മേളനത്തിൽ SMA സംസ്ഥാന വൈസ് പ്രസിഡന്റ് K അബ്ദുൾ റഷീദ് ദാരിമി, സംഘാടക സമിതി ചെയർമാൻ സയ്യിദ തങ്ങൾ ഇരിക്കൂർ, ജില്ലാ വർക്കിംഗ് പ്രസിഡന്റ് മുഹൈദ്ദീൻ സക്കാഫി മുട്ടിൽ, ജനറൽ സെക്രട്ടറി PK അബ്ദുൾ റഹ്മാൻ, സംഘാടക സമിതി കൺവീനർ നാസർ മൗലവി ഏഴര എന്നിവർ പങ്കെടുത്തു.
ബാലസംഘം അഞ്ചരക്കണ്ടി ഏരിയ കലാട്രൂപ്പ് വേനൽ തുമ്പികൾ ഏരിയാതല ഉദ്ഘാടനം കുഴിമ്പാലോട് വിദ്യാവിനോദിനി LP സ്കൂളിന് സമീപം നടന്നു. മുൻ MP KK രാഗേഷ് ഉദ്ഘാടനം നിർവഹിച്ചു. നമ്മളിൽ പലർക്കും ഉണ്ടായിട്ടുള്ള അനുഭവങ്ങളല്ല കുട്ടികൾക്കുള്ളത്. എന്നോടൊരു ദിവസം എൻ്റെ മോള് എന്തോ ഒരു ഇമോജി ആരോ എനിക്ക് അയച്ചു തന്നപ്പോൾ എന്നോട് ചോദിച്ചു, അച്ഛന് ഇതിൻ്റെ അർത്ഥം അറിയുമോ? അതെ, എനിക്ക് അയച്ചപ്പോലെ ഞാൻ അങ്ങോട്ടേക്ക് തിരിച്ചയച്ചു. അപ്പോൾ എനിക്ക് മനസ്സിലായത് ഞാൻ ഉദ്ദേശിച്ച അർത്ഥമല്ല അതിൻ്റെ യഥാർത്ഥ അർത്ഥം, വേറെന്തോ അർത്ഥമാണ്. നമ്മളേതാണ്ട് ഒരു ചിരിക്കുന്ന സാധനം കണ്ടു കഴിഞ്ഞാൽ നേരെ അയക്കും, പക്ഷെ അതിന് പല അർത്ഥമാണ്. നമ്മളെ കുട്ടികൾക്ക് അതൊക്കെ അറിയാം. ഇമോജി എന്ന് പറയുന്ന കുറേ സാധനം ഉണ്ടല്ലോ, നമ്മൾ വാട്സാപ്പിലൊക്കെ ചാറ്റ് ചെയ്യുന്ന സമയത്ത് ഉപയോഗിക്കുന്നു. അതിന് ഓരോന്നിനും ഓരോ അർത്ഥമുണ്ട്. നമുക്ക് എത്ര ആളുകൾക്ക് അതറിയാം? പുതിയ കാലഘട്ടത്തിൻ്റെ ഉൽപ്പന്നമാണ് നമ്മുടെ മക്കൾ. അവർ നമ്മളെക്കാളും മിടുക്കന്മാരും മിടുക്കികളുമാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം, മുതിർന്നവരെ സംബന്ധിച്ചിടത്തോളം നമ്മളെല്ലാം കണ്ടവരാണ്. ആദ്യമായി മൊബൈൽ ഫോൺ വന്നത് നമുക്കറിയാം. റേഡിയോ, ആകാശവാണി വാർത്ത കേൾക്കാൻ വേണ്ടി കാത്തിരുന്നല്ലേ, അതിലൊരു പാട്ട് കേൾക്കാൻ വേണ്ടി കാത്തിരുന്നത്, അല്ലെങ്കിൽ അതിലുള്ള റേഡിയോ നാടകം കേൾക്കാൻ വേണ്ടി കാത്തിരുന്ന അനുഭവമുള്ളവരാണ് നമ്മൾ. ആ കാലമൊക്കെ മാറിയിരിക്കുന്നു. ഇപ്പൊ എല്ലാം വിജ്ഞാനം വിരൽത്തുമ്പിലാണ്. P. ഹൃദ്യ അധ്യക്ഷയായി. S. നിജിൻ, K. ബാബുരാജ്, P. സുമേശൻ, K. രജിൻ, M. രമേശൻ എന്നിവർ സംസാരിച്ചു. വിജേഷ് വെൺമണൽ വിശിഷ്ടാതിഥിയായി. തുടർന്ന് കലാപരിപാടികൾ അരങ്ങേറി. വേനൽത്തുമ്പി കലാട്രൂപ്പ് ഏരിയയിലെ വിവിധ കേന്ദ്രങ്ങളിൽ നാളെ മുതൽ പര്യടനം ആരംഭിക്കും. 28-ന് സമാപിക്കും. പഹൽഗാമിൽ ഭീകര ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരോട് ആദരസൂചകമായി മെഴുകുതിരി കത്തിച്ച് ആദരം അർപ്പിച്ചു. നാഷണൽ കൺസ്ട്രക്ഷൻ വർക്കേഴ്സ് യൂണിയൻ INTUC ജില്ലാ സമ്മേളനം ഏപ്രിൽ 27-ന് കണ്ണൂരിൽ നടക്കും. TCC ഓഫീസിലെ N. രാമകൃഷ്ണൻ സ്മാരക ഹാളിലാണ് പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത്. സമ്മേളനം രാവിലെ 10-ന് KPCC പ്രസിഡന്റ് K. സുധാകരൻ MP ഉദ്ഘാടനം ചെയ്യുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കണ്ണൂർ ജില്ലാ നാഷണൽ കൺസ്ട്രക്ഷൻ വർക്കേഴ്സ് യൂണിയൻ INTUC 12-ാം ജില്ലാ സമ്മേളനം ഏപ്രിൽ 27 ഞായറാഴ്ച രാവിലെ 10 മണി മുതലാണ് നടക്കുക. പ്രതിനിധി സമ്മേളനം മുൻ മേയർ അഡ്വക്കേറ്റ് TO മോഹനും വൈകിട്ട് 3-ന് നടക്കുന്ന സമാപന സമ്മേളനം സജീവ് ജോസഫ് MLA ഉദ്ഘാടനം ചെയ്യും. INTUC സംസ്ഥാന ജനറൽ സെക്രട്ടറി മനോജ് എടാണി മുഖ്യാതിഥിയാവും. DCC പ്രസിഡന്റ് മാർട്ടിൻ ജോർജ് മുഖ്യ പ്രഭാഷണം നടത്തും. സമ്മേളനത്തിന് മുന്നോടിയായി നിർമ്മാണ തൊഴിലാളികളുടെ ആനുകൂല്യ കുടിശ്ശിക ഉടൻ വിതരണം ചെയ്യുക, ആശാ വർക്കർമാരുടെ സമരം ഒത്തുതീർപ്പാക്കുക, കേരള സർക്കാരിന്റെ തൊഴിലാളി ദ്രോഹ നടപടി അവസാനിപ്പിക്കുക എന്നീ മുദ്രാവാക്യമുയർത്തി സ്റ്റേഡിയം നെഹ്റു സ്തൂപത്തിനരികിൽ നിന്നും രാവിലെ 10 മണിക്ക് പ്രകടനമായാണ് തൊഴിലാളികൾ സമ്മേളന നഗരിയിൽ എത്തിച്ചേരുക. ഒന്നിനും നിയന്ത്രണമില്ല. കല്ല് മുതൽ മണ്ണ്, കമ്പി, സിമൻറ്റ്, പൂഴി എല്ലാം അതിൻ്റെ ഉടമകൾ തീരുമാനിക്കുന്ന പണത്തിന് വാങ്ങിക്കേണ്ടി വരുന്ന ഒരവസ്ഥ. അങ്ങനെ വരുമ്പോൾ നിർമ്മാണ മേഖലയിലെ ജോലിയും കുറയുകയാണ്. പലരും ഒരു ചെറിയ കൊച്ചു വീടോ അതിൻ്റെ മേലെ വല്ല 2 റൂം കൂട്ടിയെടുക്കണമെന്നോ വിചാരിച്ചാൽ സാധനത്തിൻ്റെ ഗുരുതരമായ വിലവർദ്ധനവാണ്. അപ്പോൾ അതിന് കേരള ഗവൺമെൻറ് ഈ നിർമ്മാണ സാമഗ്രികളുടെ വില വർദ്ധിക്കുന്നതിന് വേണ്ടി യാതൊരു നടപടിയും എടുക്കുന്നില്ല. ആയതുകൊണ്ട് നിർമ്മാണ മേഖലയിലെ സാമഗ്രികളുടെ വില നിയന്ത്രിക്കാൻ സർക്കാർ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാണ് നമുക്ക് ആവശ്യപ്പെടാനുണ്ട്. അതുപോലെ തന്നെ എല്ലാ ആനുകൂല്യങ്ങളും കുടിശ്ശിക എത്രയും പെട്ടെന്ന് വിതരണം ചെയ്യണമെന്നും, അതുപോലെ ഒരു കാലോചിതമായ ഒരു മാറ്റം, ഉദാഹരണത്തിന് ഒരു നിർമ്മാണ തൊഴിലാളിയുടെ മകൻ്റെ കല്യാണത്തിന് 10,000 രൂപയാണ് നൽകി വരുന്നത്. അത് നമ്മുടെ ബഹുമാനപ്പെട്ട മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ഭരണകാലത്താണ് അത് പ്രഖ്യാപിച്ചത്. ഇപ്പോഴീ 9 വർഷമായിട്ടും 10,000 രൂപ തന്നെയാണ്. അന്ന് 20,000 രൂപയുള്ള 18,000 രൂപയുള്ള സ്വർണത്തിന് ഇന്ന് 74,000. അപ്പോൾ ആ ഒരു 10,000 രൂപ വിവാഹ ധനസഹായവും അല്പമെങ്കിലും എല്ലാ ആനുകൂല്യങ്ങളും കാലോചിതമായി വർദ്ധിപ്പിച്ച് കുടിശ്ശികയില്ലാതെ നൽകണം എന്ന് സംസ്ഥാന ഗവൺമെൻറ്റോടും ക്ഷേമനിധി ബോർഡിനോടും ആവശ്യപ്പെടുക എന്നതുകൂടി ഈ സമ്മേളനത്തിൻ്റെ ഒരു ലക്ഷ്യമാണ്. വാർത്താ സമ്മേളനത്തിൽ യൂണിയൻ ഭാരവാഹികളായ VV ശശീന്ദ്രൻ, KV പവിത്രൻ, കുറുമാത്തൂർ ശശിധരൻ, KV നാരായണൻ, കട്ടേരി പ്രകാശൻ എന്നിവർ പങ്കെടുത്തു. പുതിയ തെരുവിലെ ഗതാഗത പരിഷ്കരണത്തിൽ വ്യാപാരികൾക്കിടയിൽ വ്യാപക പ്രതിഷേധം. വ്യാപാരികളെ ജീവിക്കാൻ അനുവദിക്കണമെന്ന ആവശ്യവുമായി പ്രതിഷേധം മതിൽ തീർത്ത് വ്യാപാരി വ്യവസായ സംരക്ഷണ സമിതി. തുടർന്ന് നടന്ന യോഗം കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കണ്ണൂർ ജില്ലാ വൈസ് പ്രസിഡന്റ് രാജൻ തീയറത്ത് ഉദ്ഘാടനം ചെയ്തു.
മാസങ്ങൾക്ക് ശേഷവും യാതൊരു നടപടിയും ഇല്ലാത്തതിന്റെ പശ്ചാത്തലത്തിലാണ് വ്യാപാരികൾ ശക്തമായ പ്രതിഷേധവുമായി രംഗത്ത് വന്നത്. ഗതാഗത പരിഷ്കരണത്തിന്റെ ഭാഗമായി വ്യാപാരികളും കാൽനട യാത്രക്കാർ ഉൾപ്പെടെയുള്ള പൊതുജനങ്ങളെയും ബുദ്ധിമുട്ടിലാക്കുന്ന രീതിയിൽ പുതിയ തെരുവിനെ രണ്ടായി കീറിമുറിക്കുന്ന വിധത്തിൽ വലിയ കോൺക്രീറ്റ് മതിലുകൾ സ്ഥാപിച്ചതും പുതിയ തെരുവ് പോസ്റ്റ് ഓഫീസിന് മുന്നിലെ ബസ് സ്റ്റോപ്പ് ഹൈവേ ജംഗ്ഷനിലേക്ക് മാറ്റിയതും ഉൾപ്പെടെയുള്ള അധികൃതരുടെ ഏകപക്ഷീയമായ നടപടിയിൽ പൊതുജനങ്ങൾക്കും വ്യാപാരികൾക്കും ഇടയിൽ വ്യാപക പ്രതിഷേധത്തിന് കാരണമായി. പ്രതിഷേധത്തിന്റെ ഭാഗമായാണ് പുതിയ തെരുവ് വ്യാപാരി സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ പുതിയ തെരുവിൽ പ്രതിഷേധ പ്രകടനവും വ്യാപാര സംരക്ഷണ മതിലും തീർത്തത്. പരിഷ്കരണത്തിന്റെ ഫലമായി പുതിയ തെരുവിലെ ജനങ്ങളും വ്യാപാരികളും അനുഭവിക്കുന്ന ദുരിതങ്ങളെക്കുറിച്ച് നിരവധി തവണ സ്ഥലം MLAയെ കാര്യങ്ങൾ ബോധിപ്പിക്കുകയും പ്രശ്നങ്ങൾക്ക് അടിയന്തര പരിഹാരം കാണുമെന്ന് അദ്ദേഹം നേരത്തെ ഉറപ്പു നൽകുകയും ചെയ്തിരുന്നു. എന്നാൽ മാസങ്ങൾക്ക് ശേഷവും യാതൊരു നടപടിയും ഇല്ലാത്തതിന്റെ പശ്ചാത്തലത്തിലാണ് വ്യാപാരികൾ ശക്തമായ പ്രതിഷേധവുമായി രംഗത്ത് വന്നത്. വ്യാപാരി വ്യവസായി സംരക്ഷണ സമിതി വൈസ് ചെയർമാൻ PM അബ്ദുൽ മനാഫിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കണ്ണൂർ ജില്ലാ വൈസ് പ്രസിഡന്റ് രാജൻ തീയറത്ത് ഉദ്ഘാടനം ചെയ്തു. കേരള വ്യാപാരി വ്യവസായി സമിതി ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം സുരേഷ് തണ്ടക്കോൽ, കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന കൗൺസിൽ അംഗം KV സലീം, മാധ്യമപ്രവർത്തകൻ P സജീവൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. വ്യാപാരി വ്യവസായി സംരക്ഷണ സമിതി കൺവീനർ സുനിൽ പോത്തൻ സ്വാഗതവും കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റ് ട്രഷറർ C രവീന്ദ്രൻ നന്ദിയും പറഞ്ഞു. പുതിയതൊരു ടൗൺ കേന്ദ്രീകരിച്ച് നടന്ന പ്രതിഷേധ പ്രകടനത്തിനും വ്യാപാര സംരക്ഷണ മതിലിനും കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കണ്ണൂർ ജില്ലാ വൈസ് പ്രസിഡന്റ് രാജൻ തീയറത്ത്, കേരള വ്യാപാരി വ്യവസായി സമിതി കണ്ണൂർ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം സുരേഷ് തണ്ടക്കോൽ, കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന കൗൺസിൽ അംഗം KV സലീം, പുതിയതൊരു വ്യാപാരി വ്യവസായി സംരക്ഷണ സമിതി വൈസ് ചെയർമാൻ PM അബ്ദുൽ മനാഫ്, പുതിയതൊരു വ്യാപാരി വ്യവസായി സംരക്ഷണ സമിതി കൺവീനർ സുനിൽ പോത്തൻ, കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റ് ട്രഷറർ C രവീന്ദ്രൻ, K നാസർ, CN മെഹറൂഫ്, ലത്തീഫ് റൈക്കോ, സുരേഷ് K, അബ്ദുൽ റഹ്മാൻ, റിയാദ് PK, മസൂദ് തുടങ്ങിയവർ നേതൃത്വം നൽകി. ഗതാഗത പരിഷ്കരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അടിയന്തരമായി ഇടപെടൽ ഉണ്ടാകണമെന്ന് പുതിയതൊരു വ്യാപാരി സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ പുതിയതൊരു മാപ്പിള LP സ്കൂളിൽ വെച്ച് നടന്ന പ്രതിഷേധ സംഗമത്തിൽ ബന്ധപ്പെട്ട അധികാരികളോട് ആവശ്യപ്പെട്ടു. തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് നിരോധിത പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ കയറ്റിയ ലോറി പിടികൂടി. യേച്ചൂരിൽ വെച്ച് നിരോധിത ഉൽപ്പന്നങ്ങൾ കടത്തുകയായിരുന്ന തളിപ്പറമ്പ് ഹൈപാർക്ക് ട്രേഡേഴ്സിന്റെ ലോറിയാണ് പിടികൂടിയത്. 10,000 രൂപ പിഴ ചുമത്തി തുടർ നടപടികൾ സ്വീകരിക്കാൻ നിർദ്ദേശം നൽകി. അരമണിക്കൂറിലേറെ പിന്തുടർന്ന് ഏച്ചൂർ ഫാമിലി ട്രേഡേഴ്സിന്റെ മുന്നിൽ വെച്ചാണ് ലോറിയിൽ നിന്നും 1/2 ടണ്ണോളം നിരോധിത ഒറ്റത്തവണ ഉപയോഗ ഉൽപ്പന്നങ്ങളായ വിവിധ തരം പ്ലാസ്റ്റിക് ക്യാരി ബാഗുകൾ, പ്ലാസ്റ്റിക് ഗാർബേജ് ബാഗുകൾ എന്നിവയാണ് പിടിച്ചെടുത്തത്. ചക്കരക്കൽ, ഏച്ചൂർ, മമ്പറം ടൗണുകളിൽ മൊത്ത വിതരണക്കാരുൾപ്പെടെ വ്യാപാരികൾക്ക് വിതരണം ചെയ്യാനായി തളിപ്പറമ്പ് ഹൈപാക്ക് ട്രേഡേഴ്സിൽ നിന്നും കൊണ്ടുവന്നതായിരുന്നു ഈ ഉൽപ്പന്നങ്ങൾ. 10,000 രൂപ പിഴ ചുമത്തി തുടർ നടപടികൾ സ്വീകരിക്കാൻ മുണ്ടേരി ഗ്രാമപഞ്ചായത്തിന് എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് നിർദ്ദേശം നൽകി. പിടിച്ചെടുത്ത നിരോധിത ഉൽപ്പന്നങ്ങൾ ഹരിതകർമ്മസേനയുടെ വാഹനത്തിൽ MCFലേക്ക് മാറ്റി. പരിശോധനയിൽ സ്ക്വാഡ് ലീഡർ M ലിജി, KR അജയകുമാർ, ഷരീഖുൽ അൻസാർ, മുണ്ടേരി ഗ്രാമപഞ്ചായത്ത് JS സാദിഖ് SC, ഹെൽത്ത് ഇൻസ്പെക്ടർ റിൻസിദ എന്നിവർ പങ്കെടുത്തു. സ്വർണ്ണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അല്ലറയ്ക്കൽ മഹാറാണി ജ്വല്ലേഴ്സ്, ബാങ്ക് റോഡ് കണ്ണൂർ, AVK നായർ റോഡ് തലശ്ശേരി, MO റോഡ് തൃശൂർ. സ്വർണം ഗ്രാമിന് 9,005, പവന് 72,040 രൂപ, വെള്ളി 110 രൂപ. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ, ചാല, കണ്ണൂർ. ഇന്ന് KG മാരാരുടെ 33ാം ചരമദിനം. BJPയുടെ വളർച്ചയ്ക്ക് പിന്നിൽ മാരാർജിയുടെ പ്രയത്നമെന്ന് അനുസ്മരിച്ച് രാജീവ് ചന്ദ്രശേഖർ. ഓരോ ദിനവും കടന്നു പോകുന്നത് അദ്ദേഹത്തിന്റെ ഓർമ്മയിലൂടെ. വികസിത ഭാരതം മാരാർജിയുടെ സ്വപ്നമെന്നും രാജീവ് ചന്ദ്രശേഖർ. വിദ്യാഭ്യാസ സെമിനാർ എൻക്വയറിന് തുടക്കം. പുത്തൻ അറിവുകൾ സൃഷ്ടിക്കുന്നവരാക്കി വിദ്യാർത്ഥികളെ മാറ്റണമെന്ന് മന്ത്രി Dr. R. ബിന്ദു. വിവര സാങ്കേതിക വിദ്യയുടെ വികാസം ഉപയോഗപ്പെടുത്തണം. നാഷണൽ കൺസ്ട്രക്ഷൻ വർക്ക്സ് യൂണിയൻ ജില്ലാ സമ്മേളനം ഏപ്രിൽ 27-ന്. സമ്മേളനത്തിന് മുന്നോടിയായി തൊഴിലാളികളുടെ പ്രകടനം നടക്കും. കേരള സർക്കാരിന്റെ തൊഴിലാളി ദ്രോഹ നടപടി അവസാനിപ്പിക്കണമെന്നും ആവശ്യം. വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.